സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ചിക്കൻ സ്റ്റ്യൂവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് കുക്കറിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 4 ഗ്രാമ്പു, 4 ഏലക്കായ, 2 ചെറിയ കഷ്ണം പട്ട, ഒരു സ്റ്റാർ, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 2 ബേ ലീവ്സ് കീറിയത്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് 2 സവാള തിന്നായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. അതിലേക്കൊരു 3 ചെറിയ ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയതും ഒരു വലിയ പൊട്ടറ്റോ കഷ്ണങ്ങളാക്കിയതും 1/2 കിലോയുടെ അടുത്ത് തൂക്കം വരുന്ന ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് 4 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില എന്നിവയും കൂടെ ഇട്ട് കൊടുത്ത് തേങ്ങയുടെ 2ാം പാല് 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം ചോപ്പ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഉള്ളി വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഓരോ കുക്കറിനനുസരിച്ച് വേവിൻ്റെ പാകം വ്യത്യാസം വരും. ഇവിടെ ഞാൻ കശുവണ്ടി ഒരു 12 എണ്ണം വെള്ളത്തിലിട്ട് കുതിർത്തതായിരുന്നു, അത് അരച്ചെടുത്തിട്ടുണ്ട്. ആവി പോയതിന് ശേഷം ഈ ഒരു കറിയിലേക്ക് നമുക്ക് ഈ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ, തേങ്ങയുടെ 1ാം പാൽ 1 കപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് അല്പം നെയ്യ് എടുക്കുക. അതിലേക്ക് അല്പം കശുവണ്ടി, പിന്നെ ഒരു 4 ചെറിയ ഉള്ളി തിന്നായി അരിഞ്ഞതും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുത്ത് അതും ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റായിട്ട് അല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റ്യൂ റെഡിയായി. ഇത് നമുക്ക് പത്തിരിയിലേക്കോ പാലപ്പത്തിലേക്കോ ഇടിയപ്പത്തിലേക്കോ ചപ്പാത്തിയിലേക്കോ ഒക്കെ സെർവ് ചെയ്യാം കേട്ടോ. സൽക്കാരങ്ങളിൽ വളരെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. താങ്ക്